ഞാനും ഷെയ്മി മക്കളും ഇപ്പോൾ നമ്മൾ പിരറ്റ് ബോട്ടിലേക്ക് പോകുന്ന അതൊരു കോഫി ഷോപ്പാണ്. ആ കോഫി ഷോപ്പിൽ നിങ്ങൾക്ക് കാണാം. അവിടെ പോയിട്ട് നമ്മൾ ഒരു കോഫി കുടിച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ കഴിയും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോയിട്ട് കോഫി കുടിക്കാം. അപ്പോൾ വി ആർ റെഡി. ഷെയ്മ, നമുക്ക് കോഫി കുടിക്കാൻ പോയിക്കൂടെ? ദാരിൻ, യു വാണ്ട് കോഫി? ഓക്കെ, സിരീൻ ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതാണ് ലെതോ എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പാണ്. നമുക്ക് ഇവിടെ കയറാം. ലെതോ കോഫി ഷോപ്പ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് പോയി കോഫി കുടിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ഥലം. ഓക്കെ, ഐ ആം ഗോയിങ് ഇൻസൈഡ് നൗ. അപ്പോൾ ഇത് ആ ബോട്ട് ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഇവിടെ കോഫി ഷോപ്പിനായിട്ട് വെച്ചാണ്, റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ്. അപ്പോൾ നമുക്കിതാ അവിടത്തേക്ക് പോകാം. മോനെ, ആകാശം, നീലാകാശം, പീലികൾ വിരിയും പച്ചത്തെങ്ങോല. ആകാശം കണ്ടെങ്കിൽ എന്ത് രസമാണ്, ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഇതാ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് ലോഞ്ച്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോഫി ഷോപ്പാണ്, വേറെ ഒന്നുമില്ല. വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം ഞാനിപ്പം പിന്നെ ഇതിൻ്റെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊരു ലെതോ എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പ്. ലെതോ കോഫി ഷോപ്പ്. അപ്പം ഞാൻ ഇപ്പം മാലിയിലേക്ക് പോകാം. India. അപ്പോൾ ബിൽഡ് ബൈ ഹാജി. ഐ ആം ഫ്രം കേരള. മാഷാഅല്ലാ. സോ ഈ ഷിപ്പ് ബിൽഡ് ബൈ ഹാജി PI അഹമ്മദ് കോയ, കാലിക്കറ്റ്, കേരള, ഇന്ത്യ. അപ്പം മലയാളിൻ്റെ ബോട്ടാണ് ഇവിടെ കിടക്കുന്നത്. വെസ്റ്റ് ബൈ BK നാരായൺ. വെബ്സൈറ്റ് ഗുഡ് ആൻഡ് ദോ ഇമെയിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, മിസ്റ്റർ ഹാജി PI നമ്മുടെ കാലിക്കറ്റിലെ കോഴിക്കോട്ടിലാണ്. കേരള, കോഴിക്കോട്. ഓക്കെ, അപ്പോൾ ഈ ബോട്ട് കംപ്ലീറ്റ് നമുക്ക് കാണാം. അപ്പം ഇറ്റ്സ് ഫ്രം മൈ പ്ലേസ്. നമുക്ക് ഹിന്ദി അറിയില്ല, എന്താ ചെയ്യാ. അപ്പോൾ നമ്മളെ അഹമ്മദ് ഹാജി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അഹമ്മദ് ഹാജി. താങ്ക് യു, സോറി. അപ്പോൾ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഈ ബോട്ട്, വുഡൻ ബോട്ട്. ഞാൻ നെട്ടിപ്പോയി കേട്ടോ. ഞാൻ സംഭവം ഇവിടെ വന്നിട്ട് ഇവർ ചെയ്തത് നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ബോട്ട്. ഓക്കെ, ഇതാണ് ബോട്ട്. ബോട്ടിൻ്റെ ഉള്ളിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ഷെയ്മ, ദിസ് ഈസ് ഫ്രം കേരള. കംപ്ലീറ്റ് വുഡനാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അവിടം വരെ നിങ്ങൾക്ക് കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഇത് ബോട്ടിൽ ഇരിക്കാനുള്ള സെറ്റ്. ബ്യൂട്ടിഫുൾ. ഞാൻ ഇത് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കോർണറിലുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോയി. ഇതിപ്പോൾ ഒരു കപ്പിൾസിനെല്ലാം ഇരിക്കാൻ പറ്റിയ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വാക്കിംഗ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് താഴെ ആൾക്കാർ ഇരിക്കുന്നതാണ്. അത്രയും വലിയ ഇതാണ്. അങ്ങ് അറ്റം കാണുന്ന വൈറ്റ് വരെ ഇതിൻ്റെ കോർണറായിട്ട് കാണും. ഇവിടെ ആൾക്കാർ ഇതാ കോഫി ഉണ്ടാക്കുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിനുള്ളിൽ പിന്നെ റെസ്റ്റോറൻറ്റ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതേമാതിരി ഈ ഫ്ലോറിൻ്റെ താഴെയും ഇതേപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് ടേബിൾ, നമ്മുടെ നാട്ടിലെ പട്ടമേശ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എടുക്കാണ്ട് ഇവർക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. താഴെയുള്ള ആൾക്കാർ ഇതിപ്പോൾ ഇവിടുന്ന് താഴേക്കുള്ള സ്റ്റെപ്പ്. അപ്പോൾ അഹമ്മദ് ഹാജിക്ക നന്നായിട്ട് സ്റ്റെപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. മരത്തിന് കംപ്ലീറ്റ് വുഡനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കാണാം കേട്ടോ. സ്കൈയും കാര്യങ്ങളും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. അപ്പോൾ നല്ല ലൊക്കേഷനിലാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ വന്നിട്ട് നിർത്തിയിട്ടുള്ളത് കാരണം പിന്നെ നമ്മളെ കോഴിക്കോടുള്ള അഹമ്മദ് ഹാജിക്ക ബേപ്പൂരിൽ വെച്ച് 2011 ബിൽഡ് ബോട്ടാണ്. ആ ബോട്ട് ഇപ്പം മൊറോക്കോയിൽ റബാത്ത് എന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഞാൻ ഭയങ്കര അതിശയമായിട്ടുള്ള കാരണം 10-12,000 കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 10,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത്രയും ഇവിടെ എത്തിയിട്ട് ഈ ബോട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കഫേ ആയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിപ്പോൾ മൂവ് ചെയ്യുന്നില്ല കാരണം ഇവർ ലോക്ക് ചെയ്ത് വെച്ച് ഇത് എനിക്ക് തോന്നുന്നത് ചില ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ്
കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബോട്ടായിട്ട് മാറും. ഏതായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ അഹമ്മദാജിക്ക ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഞാൻ കണ്ടു. ലോഞ്ച് അവിടത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലോഞ്ച് ഉണ്ട്. അതുപോലെ അവർ കിച്ചൺ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ താഴെ ഒരു കിച്ചൺ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് കോഫി ഷോപ്പായിട്ട് മാറ്റി. ഇപ്പം നമ്മളുള്ളത് റെസ്റ്റോറൻറ്റിലാണ്. കോഫി ഷോപ്പിൽ നല്ല ആളായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ പിന്നെ 2 ഫ്ലോർ ഇതിൻ്റെ താഴെയും അവർ റെസ്റ്റോറൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ കംപ്ലീറ്റ് അവർ പിന്നെ കഫേ. അപ്പം ഞാൻ തിരിച്ചിട്ട് നമുക്ക് ആ സൈഡിലൊന്ന് കാണാം. അപ്പോൾ ഈ ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ബോട്ടിൽ ഇരുന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ അഹമ്മദാജിക്കാക്ക് ഞാൻ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, ഞാൻ നെട്ടി. എനിക്ക് പറയാമല്ലോ കേരളത്തിൽ നിന്ന് വന്ന ബോട്ടാന്ന് പറയാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ കോഫി ഷോപ്പിൽ നമുക്ക് അവർ പിസയും കുറച്ച് ക്രപ്പും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദരീബി വെള്ളത്തിൽ നിന്ന് കോഫി സീമ നീ എന്തായിരിക്കുന്നത്? അച്ചായി ഇതുണ്ട് ഇവരെ ഒലിവിൻ്റെ കുപ്പിയായത്. ഒലിവ് ഓയിൽ, മൊറോക്കോയിൽ ഇഷ്ടംപോലെ ഒലിവ് ഓയിൽ ഉണ്ട്. അത് നമുക്കിങ്ങനെ ഈ പിസയിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ആഹാ, ആ ഒലിവ് ഓയിലിൻ്റെ ഉള്ളിൽ കണ്ട നിങ്ങൾ കംപ്ലീറ്റ് എന്താ പറയുക, പച്ചമുളകും പിന്നെ ഇഞ്ചി, ഗാർലിക്ക്, പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ടിട്ടാണ് വെച്ചിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനത്തിൽ. അപ്പം ഞാൻ ഒരു അടിക്കാം. പിസ്സ വിത്ത് ഒലിവ് ഓയിൽ. നമുക്കിവിടെ ടേബിളിൻ്റെ മുകളിൽ ഒരു ടേബിൾ ഷീറ്റായിട്ട് കാണുന്നത് ഇവരുടെ ഹിസ്റ്റോറിക്കലാണ്. അതിൽ ഞാനും നെട്ടിയിട്ടുള്ളത്. കാരണം കൺസ്ട്രക്ഷൻ ചെയ്തത് കണ്ടാൽ നിങ്ങൾ കേരളത്തിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തത്. നിങ്ങൾക്ക് വാളലെടുത്ത് മുറിക്കുന്നത് കാണാം. 2009-10 കാലത്തിലാണ് ഇതിങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്ത. എന്നിട്ട് ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. കുറേ ആൾക്കാർ 2017 ലുങ്കി നീ എടാ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടില്ല കേട്ടോ. എല്ലാവരും ലുങ്കി. ഇതാണ് ആ ടീം. ഓക്കെ, എനിക്ക് തോന്നുന്നു മുമ്പിലുള്ളത് അഹമ്മദാജിക്ക ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഏതായാലും അഹമ്മദാജിക്കാൻ ടീമിനും ഐ അപ്രീഷിയേറ്റ്. വെൽ ഡൺ. നന്നായിട്ടുണ്ട്. ഈ ബോട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ ടീമാണ് ഈ ബോട്ട് ഉണ്ടാക്കിയത്. ഫുൾ ടീം ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ബോട്ട് എങ്ങനെ പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തത് കാര്യം 2010 അത് ഡെക്കറേഷൻ, 12 ഡെക്കറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്താൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്ത ഷിപ്പിലാണ്. ഓക്കെ, കൊച്ചിയിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്തത് ഇവിടത്തേക്ക്. ഏതായാലും അത്രയും നല്ല. എനിക്ക് തോന്നുന്നു ഒരു 50 മീറ്റേഴ്സ്, ഒരു 70 മീറ്റേഴ്സോളം ഉണ്ടാവും. ഓക്കെ, 50 to 70 മീറ്റേഴ്സ് ഓൾമോസ്റ്റ്. 70 മീറ്ററോളം ഈ ബോട്ടിൻ്റെ ഇതുണ്ട്. ഏതായാലും നമുക്ക് അഭിമാനിക്കാം. കേരളത്തിന് അഭിമാനിക്കാം. മൊറോക്കോയിൽ ഇങ്ങനെ ഒരു ബോട്ട് എത്തിയല്ലോ. എല്ലാ പിന്നെ ഷെയ്മ പറഞ്ഞ പോലെ മൊത്തം ലുങ്കി കേട്ടാ. എൻ്റെ അടുത്ത് ഇവിടെ 2 ലുങ്കിയാണ് കേട്ടാ. ഷെയ്മ ഞാൻ ലുങ്കി ഇട്ടിട്ടെടുക്കുമ്പോൾ ഷെയ്മ മാറ്റിയാ നമുക്ക് ലുങ്കി ഇല്ലാണ്ട് നടക്കുമോ? നമ്മളെ അഹമ്മദാജിക്കൻ്റെ ബോട്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇങ്ങനെ പോയിട്ട് ഇതാ അങ്ങറ്റം വരെ ഉണ്ട്. ഇതാണ് അഹമ്മദാജിക്കൻ്റെ ഊരു. കോഴിക്കോട് നിന്ന് വന്നിട്ട് ഇവിടെ സ്റ്റാൻഡ് ചെയ്തതാണ് റബാത്തിൽ. താങ്ക് യു.